സതീശനെ ഉൾക്കിടലും കൊള്ളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം CAA പ്രശ്നമാണ്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഈ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രമെന്ന വർഗീയവൽക്കരിക്കപ്പെടുന്ന പ്രക്രിയയിലേക്ക് നീങ്ങാൻ അവർ നടത്തിക്കൊണ്ടുവന്ന ശ്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയും കടമയുമാണ്. ആ കടമയും ചുമതലയും ഞങ്ങൾ നിർവഹിക്കുന്ന ചെയ്യും. അത് ഇപ്പോൾ ഒരു പ്രാവശ്യം പറയല്ല, എല്ലാ യോഗത്തിലും പറയും. മുഖ്യമന്ത്രിക്ക് മതപരമായ കാര്യമൊന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. അത് പരാതിയെല്ലാം കൊടുത്തോട്ടെ. പരാതിക്കിട്ട് ആർക്കാ ഭയമുള്ളത്? പരാതി കൊടുക്കുമ്പോൾ ഭയപ്പെട്ട് നിൽക്കുന്ന ഇവിടുത്തെ പാർട്ടി പ്രസ്ഥാനമല്ല, മുഖ്യമന്ത്രിയല്ല. പരാതി കൊടുത്തോട്ടെ. മുഖ്യമന്ത്രി മാത്രമല്ല, CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നിരവധി കൈവഴികളിലുള്ള ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നീങ്ങാനുള്ള ഫാസിസ്റ്റ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നാണ്. വെറും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഫാസിസ്റ്റ് രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നാണ്. അങ്ങനെ പറയാൻ VD സതീശൻ ഒരു ജന്മം കൂടി ജനിക്കണം. അതാ കാര്യം, അതാ പ്രശ്നം. അങ്ങനെ ഒരു മതത്തിൻ്റെ വികാരവും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇവിടെ മതനിരപേക്ഷതയുടെ വികാരം മാത്രമേ ഉള്ളൂ, മതനിരപേക്ഷതയുടെ വികാരം മാത്രമേ ഉള്ളൂ, മതത്തിൻ്റെ വികാരമില്ല. ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എല്ലാ അർത്ഥത്തിലും ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാൻ അവകാശം വേണം. അതിൽ ഒരു വിഭാഗത്തിന് പറ്റില്ല, രണ്ട് വിഭാഗത്തിന് പറ്റില്ല, മറ്റുള്ളവർ ഒന്നാം പൗരന്മാർ, ഇത് രണ്ടാം പൗരന്മാർ എന്ന രീതിയിൽ തീരുമാനിച്ചു പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് CPIM പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കേരള ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അസംബ്ലി പ്രമേയം പാസാക്കി, കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ എന്താ VD സതീശൻ പറയുന്നത്? നടപ്പിലാക്കേണ്ടി വരും എന്നാണ്. എന്തേ നിങ്ങളുടെ കർണാടക ഗവൺമെൻറ് പറയാത്തത്? നിങ്ങൾക്ക് രണ്ട് ഗവൺമെൻറ്റേ പോകുള്ളൂ, മൂന്നാമത്തെ ഗവൺമെൻറ് അർദ്ധ അവസ്ഥയിലാണ്. ഇത് ഹിമാചൽ പ്രദേശ് എപ്പോഴാണ് അതിൻ്റെ അന്ത്യം കുറിക്കുക എന്ന് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. 6 ആളവിടെ നിന്ന് കാലം മാറിയിട്ട് 6 BJP ചേർന്നു. BJP സ്ഥാനാർത്ഥികളായി ഏത് ഹിമാചൽ പ്രദേശിൽ. AK ആണി എന്താ പറഞ്ഞത്? അതല്ല പ്രധാനമായിട്ട് പറഞ്ഞതല്ല, ഡു ഓർ ഡൈ. ആരോടാണ് അഭ്യർത്ഥിക്കുന്നത്? ആരോടാ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതല്ലേ. ഇത് പണ്ട് വളരെ സജീവമായിട്ട് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധിയെ കൊന്ന ഹിന്ദു വർഗീയവാദികളുടെ മുന്നണി പോരാളിയായിട്ടാണ് AK ആന്റണി തീറ്റിപ്പോറ്റി വളർത്തിയെടുത്തിട്ടുള്ള സ്വന്തം മകൻ പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന വിരോധാഭാസം. എന്നിട്ട് വേറെ വിശദീകരണം നടത്തിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് BJPക്കെതിരായ അതിശക്തിയായ സമരത്തിൻ്റെ മുമ്പിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷം ഇതാണ് ആഗ്രഹിക്കുന്നത്. CPM-നോ? ഞങ്ങളവിടെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ജയിക്കുന്ന ഒന്നാമത്തെ മണ്ഡലമാണ് പത്തനംതിട്ട. അതൊക്കെ നിങ്ങൾ എന്തെല്ലാം പറയും? നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് പിന്നെ ഞാൻ വരാറില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അത് നിങ്ങൾ കൊണ്ട് കടന്നുകൊള്ളുക. അല്ല, അവിടെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാവുന്നത് നിങ്ങൾ വാർത്ത പറയുന്നല്ലേ. അങ്ങനെ വാർത്ത നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളതിനെ നിഷേധിക്കാൻ പുറപ്പെടേണ്ട കാര്യമില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന്. ഞങ്ങളതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഒരു സംഘർഷം ഉണ്ടായില്ല. ഇനി അവസാനത്തെ ഭാഗം ഞാൻ ഇതാണ് പറയുന്നത്, കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം പത്തനംതിട്ട മണ്ഡലം പോരെ. ഇനി അപ്പുറത്ത് നിങ്ങൾക്ക് പറയുന്നില്ല. ആലപ്പുഴ ആയിരിക്കും. 1-2 ആദ്യം ജയിക്കാലോ. ആദ്യം ജയിക്കുന്ന ഒന്നാക്കേണ്ട കാര്യം ചെറിയ വ്യത്യാസം ജയിക്കും. മെച്ചപ്പെട്ട പ്രവർത്തനമാണ്, വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. 20 സീറ്റും ചെയ്യും. സത്യസന്ധമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. മത്സരം അവസാനിക്കുന്നവരെ ഇങ്ങനെയേ പറയുള്ളൂ. മത്സരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യം വേണമെങ്കിൽ പറയാം. ഇപ്പം 20 സീറ്റ് നമ്മൾ ജയിക്കാനാണ്. വയനാട് ഉൾപ്പെടെ ജയിക്കാനില്ല. പുതിയ ഏറ്റവും വലിയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സുരേന്ദ്രൻ. അത്ര വോട്ട് കിട്ടി നോക്കുക മതി. സുരേന്ദ്രൻ മത്സരിച്ച് ജയിക്കുമെന്നുണ്ടെങ്കിൽ മുമ്പ് ജയിക്കണ്ട. 2 മത്സരിച്ച് ജയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് BJP കേരളത്തിൽ ഒരു സ്ഥലത്തും ജയിക്കില്ല.
ഒരു സീറ്റും ജയിക്കൂല. പണ്ട് 33 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞില്ലേ, ഏടെ ജയിച്ചിരിക്കുന്നു? ഉള്ളതൊന്നും പോയി. അത് UDF എന്ന് വന്നവരെയാണ് അവർ പ്രധാനമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 4-1 UDF ആണ്. അങ്ങനെ സ്ഥാനാർത്ഥികൾ ദുർബലരാണെന്ന് പറയണ്ട, വെറുതെ ആവശ്യമില്ലാതെ അത്ര ഉണ്ടാക്കണ്ട. സ്ഥാനാർത്ഥികൾ തന്നെ, അതിൽ കഴിവുകേടൊക്കെ ഉണ്ടാവും, അത് താരതമ്യം ചെയ്താൽ മതി. എന്നാൽ ചില അന്തർധാര ഉണ്ടോ എന്നുള്ളത് പിന്നീട് അനുഭവത്തിന് പിടിച്ചതിൽ മനസ്സിലാക്കാം. അത് ഏത് മണ്ഡലമാവാം, അത് ശക്തിയുള്ളതും ശക്തിയില്ലാതും നല്ല സ്ഥാനാർത്ഥി സുധാകരൻ തന്നെ മത്സരിക്കുന്ന മണ്ഡലം ഉൾപ്പെടെ വരാം. അത് ഞാൻ വലിയ പ്രശ്നമില്ല. അല്ല, സുധാകരനല്ല, മറ്റേ നമ്മുടെ സുരേന്ദ്രൻ സുധാകരൻ മത്സരിച്ച് കണ്ണൂരാണല്ലോ. എവിടെ അന്തർധാര എങ്ങനെയുണ്ടാവാന്ന് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഉണ്ടാവാം. ഞങ്ങളുടെ അക്ഷയപാത്രം പോലുള്ള ജനങ്ങളുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് എന്തിനാ പണത്തിന് ക്ഷാമം? ഞാനെല്ലാ കമ്മിറ്റി നമ്മുടെ സാറോട് തന്നെ പറയാറുണ്ട്, ഞങ്ങളുടെ അക്ഷയപാത്രം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. അത് എപ്പോഴാണോ ജനങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഇല്ലാതിരിക്കുന്നത് അന്ന് ഈ പാർട്ടി ഉണ്ടാവില്ല കേട്ടോ. നേരെ മറിച്ച് അംബാനി അദാനിയും എപ്പോഴാണോ ഒപ്പം ഇല്ലാതിരിക്കുന്നത് അന്ന് BJP ഉണ്ടാവില്ല, അന്ന് കോൺഗ്രസും ഉണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ജനങ്ങളുടെ ചെലവിലാണ് പ്രവർത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങൾ ലക്ഷങ്ങളും കോടികളൊന്നും പിരിക്കുന്ന ആവശ്യമില്ല. ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കുണ്ടിക കളക്ഷൻ അല്ലെങ്കിൽ ചെറിയ പണം ഒക്കെ വാങ്ങാൻ അതൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതാണ് നമ്മുടെ പോളിസി തന്നെ. ഉണ്ട്, അതിന് ചെറിയ പാർട്ടികളില്ല. ഇതല്ലേ പ്രധാനപ്പെട്ട 2 കക്ഷികൾ, BJPയും കോൺഗ്രസും. അതിൽ ഞാൻ കോൺഗ്രസിനെ പോലും അതിൻ്റെ ഒന്നാം പ്രതിയിലേക്ക് കൊണ്ടുവന്നില്ല. ഞാൻ കൊണ്ടുവരുന്നത് BJP തന്നെയാണ്. ഈ പറയുന്ന രീതിയിലുള്ള പണം പിരിച്ചത്, ഏത് ഗുണ്ട രീതിയിലുള്ള പണം പിരിവ് നടത്തിയിട്ടുള്ളത്, അതിൽ ഉപയോഗിച്ച ഗുണ്ടേനെയല്ല ഉപയോഗിച്ചത്. ഗുണ്ടേനല്ല അവർ ഉപയോഗിച്ചത്. ആരെയാ ഉപയോഗിച്ചത്? ഇഡിനെ. അപ്പം ആ ഇഡി ഏതാ? ആ പണി നടത്തിയത് ഇവരാണ്, ഇഡിയാണ്. ഇഡിയോ CBI പലതുമുണ്ട്, പല ഏജൻസികളുമുണ്ട്. അതിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പണം ഇങ്ങനെ സ്വരൂപിച്ചത്. അതൊക്കെ വലിയ ഗൗരവത്തിലെടുക്കേണ്ടത്, അതൊന്നും കണക്കിലെടുക്കേണ്ടത്. അതായത് അതൊക്കെ ഏതോ ഒരു ചെറിയ യോഗത്തിൻ്റെ അകത്ത് പ്രവർത്തകരോട് പറയുമ്പോൾ പറഞ്ഞ ഒരു തമാശയാണ്. ആ തമാശ വെറുതെ ആവശ്യമില്ലാതെ പർവ്വതീകരിച്ച് നിങ്ങൾക്ക് താല്പര്യത്തിന് വേണ്ടി വാർത്തയാക്കിയത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോഴും നാഷണൽ പാർട്ടി എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഭൗതിക പശ്ചാത്തലമുണ്ട് നിലവിൽ. ഇലക്ഷൻ രാജ്യം ഉണ്ടാവും, കുറേയും കൂടി ശക്തിപ്പെടും. കാലതാമസം വന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ 3 നാൾ ഇവിടെ ഇപ്പോൾ നടപടിയെടുത്തത്. അങ്ങനെ വരാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് അന്ന് തന്നെ ഓർഡറാക്കി അന്ന് തന്നെ കൃത്യമായിട്ട് കാര്യം കൈകാര്യം ചെയ്തിട്ട് പോകേണ്ടതാണ്. ആ പോകുന്നതിൽ തീർച്ചയായിട്ടും ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുള്ളതുകൊണ്ടാണ് അവരെ 3 പേരെ നടപടിക്ക് വിധേയപ്പെടുത്തണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ഗവൺമെൻറ് വ്യക്തമായിട്ട് ആ കുടുംബത്തോടൊപ്പമാണ്.